അസ്സലാമലൈക്കും ചങ്കളെ എന്നെ സ്നേഹിക്കണ മുത്തുമണികളെ. അപ്പം നമ്മൾ ഇന്ന് പൊടി വാട്ടിയോട് പത്തിരി ഇടുക മക്കളെ. പത്തിരിക്കൊന്നും പൂതില്ല. ഗൾഫിൽ നിങ്ങൾ കണ്ടില്ലേ, ഖത്തറും ദുബായിലും മസ്കറ്റിലും എല്ലാ സ്ഥലത്തും മക്കളെ ബോംബിട്ടുകാണത് അമർത്തണ്. നമ്മളെ കേരളത്തിലുള്ള എല്ലാ ഇമ്മമാരെ കുട്ടികളും മക്കളും ഉമ്മമാരും ഒക്കെയും ഗൾഫ് നാട്ടിലല്ല മക്കളെ അധ്വാനിച്ചത്. ഓല അധ്വാനം കൊണ്ടല്ലേ നമ്മൾ ഈ കേരളം ഇങ്ങനെ പൊന്തി നടക്കണ മക്കളെ. ഓല് 10 ഉറുപ്പ്യ അയച്ചില്ലെങ്കിൽ നമുക്ക് തിരിച്ചു മുട്ടാനും ഉണ്ടാവില്ല മക്കളെ. അപ്പം ഒന്നിനും കമ്പല്ല മക്കളെ. അപ്പം ഞാൻ സങ്കടപ്പെട്ട് കുത്തിരിക്കേന്. നമ്മളെ മക്കൾ ദുബായിലല്ല എൻ്റെ പേരെ കുട്ടികളും മക്കളും ഓല് പറമ്മ അപ്പുറത്ത് പോകുമ്പോൾ ഇപ്പുറത്ത് പോകുമ്പോൾ ഒരു മനസ്സമാധാനമില്ല മക്കളെ. അപ്പം നോലുമ്പോൾ അൻസത്തിൻ്റെ മക്കളും മാപ്പിളയൊക്കെ നോലുമ്പോൾ നോറ്റതരം ഞാനാണെങ്കിൽ അവരുടെ കഞ്ഞിൻ്റെയും വെച്ച് കുടിച്ചിന്. അയച്ചകൾ ഈ നോലുമ്പോൾ തുറക്കണ നേരത്തെ കൊടുക്കാൻ ഞാൻ മക്കളെ ബുദ്ധിമുട്ടല്ലേ. മനസ്സിന് യാതൊരു സമാധാനമല്ല. എല്ലാ മലയാളികളും അള്ളാഹിനോട് തഹജ്ജുദ് നിസ്കരിച്ച് ദ്വാരക്ക റബ്ബേ ഒരു അപകടത്തിലും ഞങ്ങളെ മക്കളും ആരെ മക്കളും പെടുത്തല്ലേ റഹ്മാനെ. ജാതിഭേദം അല്ലാതെ ദ്വാരക്ക നമ്മൾ മക്കളെ അതല്ലേ നമുക്ക് കജ്ജുള്ളൂ. നാട്ടിലേക്ക് പോറ്റി നിൽക്കാൻ എല്ലാ പ്ലെയിനും ഓഫാക്കി വെച്ചു ചെയ്തിക്കണം മക്കളെ. ഇപ്പോൾ എയർപോർട്ടും പൂട്ടി വെച്ചിക്കണ്. പിന്നെ എങ്ങനെയാണ് നമ്മളെ മക്കൾ വരും? നമുക്ക് വല്ലതും തിന്നാൽ പോകുമോ? അപ്പം എല്ലാവരും ഇമ്മാരും കുട്ടികളും മക്കളും നമ്മൾ എല്ലാ മനുഷ്യന്മാരും ദ്വാരക്ക അള്ളാഹിനോട് ദ്വാരക്ക. അള്ളാഹിനും ഇതൊരു മരുന്ന് നമുക്കില്ലല്ലോ. അപ്പം റബ്ബ് നമ്മളെ ദ്വാരക്കാലിൽ നമ്മൾ ത്രാപം നിസ്കരിച്ചുമ്പോഴും തഹജ്ജുദ് നിസ്കരിച്ചുമ്പോഴും റബ്ബിനോട് തേടുക. പഠിച്ചോനെ ഞങ്ങളെ കുടുംബത്തിനും മക്കൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ആർക്കും ഒരു അപകടം കൊടുക്കല്ലേ റബ്ബേ. ഞങ്ങളെ മക്കൾ സന്തോഷത്തിൽ പോയതാണ്, അതേപോലെ സന്തോഷത്തിൽ തിരിച്ചു വരട്ടെ എന്ന് അള്ളാഹിനോട് എല്ലാവരും ദ്വാരനോടി മക്കളെ. മക്കളിങ്ങനെ പറയുമ്പോൾ പിഞ്ച കുട്ടികൾ പറയുമ്പോൾ നമുക്ക് എന്ത് തീനും കൂടിയാ മക്കളെ. അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ മക്കളെ. ഇന്ന് അപ്പം തിന്നണതും കുടിച്ചണതും ഒന്നും ഇട്ട് തരില്ല. ഇന്ന് 2 പത്തിരി കുത്തി പറ്റിയ മക്കളെ. മനസ്സമാധാനം ഇല്ലല്ലോ. അപ്പം മക്കളെ നമ്മൾ പത്തിരി ചൂടാട്ട മക്കളെ. എല്ലാ മനസ്സോട് കൂടി ചൂടുക മക്കളെ. അപ്പം നിങ്ങളൊക്കെ മക്കളെ നമുക്ക് എല്ലാവർക്കും കൂടി എടുക്കാം മക്കളെ. അപ്പം ഇന്നിപ്പോൾ നമുക്ക് പത്തിരിയാണ് കോഴിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് മക്കളെ. ഒരു നുള്ള ഇറച്ചെടുത്തുകൊണ്ട് നമ്മൾ പരത്തി കേട്ടിട്ടുണ്ട് മക്കളെ. കണ്ടോ, ഇത് കോഴിൻ്റെ കറി വെച്ചതാ മക്കളെ. കണ്ടേ, ഇത് കോഴിക്കറി വെച്ചു. ദിവസത്തിൻ്റെ മാന ബീഫ് തന്നെ വേണം കണ്ടങ്ങൾ. ഇത്തിരി ബീഫും ഉണ്ടാക്കി, തൈക്കഞ്ഞി ഉണ്ടാക്കി, ഇതൊക്കെ തന്നെ 2 ജ്യൂസും ഉണ്ടാക്കി മക്കളെ. ഇന്നത്തെ ഇതൊക്കെ തന്നെയാണ് നമുക്ക്. എന്ത് തിന്നണമെങ്കിലും ഉള്ള സമാധാന സന്തോഷം നമുക്ക് അതില്ലല്ലോ. അപ്പോൾ പൊന്നാറ് മക്കളെ ഇത്തരം തന്നെയുള്ളൂ. നമുക്ക് വീണ്ടും ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടായിട്ട് ഇടാലെ വിധി അല്ലാ തെറ്റ മക്കളെ. എല്ലാവരും മക്കളും നാട്ടിലെത്താലെ വിധി തെറ്റേ. അസ്സലാമു അലൈക്കും മുത്തുമണികളെ. റമളാൻ മുബാറക്ക് പൊന്നാര ചങ്കാളെ.